മഹാപ്രളയം. ആ മഹാപ്രളയത്തിന് ശേഷം പ്രപഞ്ചോൽപത്തി, പിന്നീട് അതല, സുതല, വിതല, മഹാതല, പാതാള ലോകങ്ങൾ പിറന്നു. ഇവിടെ ഈ കൊച്ചുഭൂമിയിൽ കൃതത്രേത ദ്വാപര യുഗങ്ങൾക്ക് ശേഷം കലിയുഗം പിറന്നു. യജ്ഞവും യാഗവും ജപവും തപവും മാനവകുലത്തിന് അന്യമായ ആസുര കലിയുഗം. ശനിയും കലിയും പ്രചണ്ഡ താണ്ഡവമാടിയ കലിയുഗത്തിൽ യുഗരക്ഷകനായി അവതരിച്ച നാഗതൽപശായിയുടെയും നാഗഹാരധാരിയുടെയും ചൈതന്യങ്ങൾ സമന്വയിച്ച് ഭൂമിയിൽ ഉദയം ചെയ്ത ശ്രീ മുത്തപ്പനെന്ന മഹാചൈതന്യത്തെ വാഴ്ത്തി സ്തുതിക്കുവാൻ അജ്ഞരായ ഞങ്ങളുടെ രസനകൾക്ക് സകല ദേവകളും തുണയേകുക. സങ്കടഹരനെ സുന്ദരനെ ശിവശങ്കര മുത്തപ്പ, കൈവെടിയല്ലൊരു നാളും ഞങ്ങളെ കാത്തരുളിയിടുക എന്നും മുത്തപ്പ. സദ്ഗുണമൂർത്തേ സൽകീർത്തേ സജ്ജന പാലകനെ പരമദയാപരനെ. സങ്കടഹരനെ സുന്ദരനെ ശങ്കര മുത്തപ്പ, ശിവശങ്കര മുത്തപ്പ. പമരിസനി പമരിസരി പമരിസനി എരുവേശി പുഴ തന്നിൽ തിരുനെറ്റിക്കല്ലിൽ പാടിക്കോമനയായി ശിവകൃപയാൽ വന്നു പിറന്നവനെ, അഖില ജഗത്തിനും സകല ജനത്തിനും താങ്ങായി തണലായി തിരുകൃപ വഴിയും അയ്യങ്കരമന ദമ്പതിമാരുടെ പൊന്നോമന മകനെ. ആത്മാനന്ദം നൽകി ഭക്തർക്കാശ്രയമായവനെ, അറിവിൻ പതിയായി അലിവിൻ നിധിയായി മുന്നിൽ മുത്തപ്പൻ. അറിവിൻ പതിയായി അലിവിൻ നിധിയായി മുന്നിൽ മുത്തപ്പൻ. അന്നമതേകും നേരിനു നാഥൻ എന്നും മുത്തപ്പൻ, എന്നും മുത്തപ്പൻ. പൊയ്ക്കണ്ണാലീരേഴുലകും കാണും ഭഗവാനെ, ഈ പൈതങ്ങൾക്കഭയം നീ മാത്രം മുത്തപ്പ. കല്ലായ്ക്കൊടിയുടെ പ്രാർത്ഥനയാൽ ശിലയായ ചന്ദന മോക്ഷമതേകി അടിയാളർക്കുടയവനായി കൂടെ നടന്നവനെ, എന്റെ മുത്തപ്പ. അഴകേഴും വഴിയും നീ പൊന്നു മുത്തപ്പ. മുത്തപ്പ നിൻ തിരുനാമം ചൊല്ലും ഭവനത്തിൽ സർവൈശ്വര്യം നൽകി വരും എന്നും മുത്തപ്പൻ. സങ്കടഹരനെ സുന്ദരനെ ശിവശങ്കര മുത്തപ്പ, കൈവെടിയല്ലൊരു നാളും ഞങ്ങളെ കാത്തരുളിയിടുക എന്നും മുത്തപ്പ. സദ്ഗുണമൂർത്തേ സൽകീർത്തേ സജ്ജന പാലകനെ പരമദയാപരനെ. സങ്കടഹരനെ സുന്ദരനെ ശങ്കര മുത്തപ്പ, ശിവശങ്കര മുത്തപ്പ. സങ്കടഹരനെ സുന്ദരനെ ശങ്കര മുത്തപ്പ, ശിവശങ്കര മുത്തപ്പ.
നമസ്കാരം. ഇരിക്കുക. മുത്തപ്പന്റെ കഥ പറഞ്ഞു തരാന്ന് പറഞ്ഞിട്ട് മിടുക്കി. പറയും മുത്തച്ഛ. പറയാം. പണ്ട് ഉത്തര മലബാറിൽ അയ്യങ്കരായി എന്ന് പറയുന്ന ഒരു ഇല്ലുണ്ടായിരുന്നു. എന്നിട്ട് പറയാം. ആ ഇല്ലത്ത് അയ്യങ്കര വാഴുന്നവരെന്ന് ജനങ്ങൾ ബഹുമാനത്തോടെ വിളിച്ചിരുന്ന ഒരാളുണ്ടായിരുന്നു. ഇന്നത്തെ കണ്ണൂർ ജില്ലയിലെ പയ്യാവൂരിനടുത്തുള്ള എരുവേശി ഗ്രാമത്തിലായിരുന്നു അയ്യങ്കര ഇല്ലം. നിറനാഴിയിൽ നന്മ മാത്രം അളക്കുന്ന ഗ്രാമത്തിന്റെ എല്ലാ വിശുദ്ധിയും ഒത്തുചേർന്ന അയ്യങ്കര വാഴുന്നവർ എന്ന നാടുവാഴിയും പത്നി പാർവതിക്കുട്ടി എന്ന പാടിക്കുറ്റി അന്തർജനവുമായിരുന്നു അവിടെ വസിച്ചിരുന്നത്. എല്ലാ സമ്പത്തും ഉണ്ടായിരുന്നിട്ടും മുത്തച്ഛ, ജനങ്ങളുടെ സ്നേഹബഹുമാനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടും അയ്യങ്കര തമ്പുരാന്റെ അന്തർജനമായ പാർവതിക്കുട്ടി എന്ന പാടിക്കുട്ടി ഒരു കാര്യത്തിൽ ദുഃഖിതയായിരുന്നു. അതെന്താ മുത്തച്ഛ? പറയാം. അളവറ്റ ധനം അവർക്കുണ്ടായിരുന്നെങ്കിലും, ഒരുപാട് ഭൂമിയുടെ അധിപനായിരുന്നെങ്കിലും അതിനൊരു അവകാശിയായി അവർക്കൊരു കുഞ്ഞുണ്ടായിരുന്നില്ല. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ശ്രീ പരമേശ്വര കൈലാസനാഥ, അങ്ങനെക്ക് നോക്കത്താ നിലങ്ങൾ തന്നു, അളവറ്റ ധനം തന്നു, ഈശ്വരതുല്യനായ ഭർത്താവിനെ തന്നു. പക്ഷെ എന്തേ ഞങ്ങൾക്കുതകക്രിയ ചെയ്യാൻ ഒരു പിഞ്ചു കുഞ്ഞിനെ? അത്രയ്ക്ക് പാപിയാണോ ഞാൻ? പാടി. ശ്രീമുത്തപ്പൻ്റെ ദിവ്യാവതാരം ചെയ്ത തിരുവങ്കടവും തിരുനെറ്റിക്കല്ലുമാണ് ഈ സങ്കേതം. ഒരു ദിവസം സന്താന ദുഃഖത്താൽ ഭഗവാൻ വഹിച്ചിരുന്ന ശ്രീ പാടിക്കുറ്റി അന്തർജനത്തിൻ്റെ ആഗ്രഹ സഫലീകരണത്തിനും ദുഷ്ടനിഗ്രഹത്തിനും വേണ്ടിയാണ് സാക്ഷാൽ മഹാവിഷ്ണു ചൈതന്യരൂപനായ ശ്രീമുത്തപ്പൻ അവതരിച്ചത്. തിരുവഞ്ചിറയിൽ നീരാടാനെത്തിയ പാടിക്കുറ്റി അന്തർജനം തിരുനെറ്റിക്കല്ലിൽ ആ കാഴ്ച കണ്ടു. ഗംഗേ ജയമുനേ ജയ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലോസ്മിൻ സന്നിധിം കുരു. എന്തി തമ്പുരാട്ടി? നോക്ക് നോക്ക്. എന്തി തമ്പുരാട്ടി? ഉണ്ണി. ഈശ്വര, ശ്രദ്ധിച്ച്, പതുക്കെ പതുക്കെ. ഈശ്വര, ആരാ ഇത്? ഒരുണ്ണി. ഈശ്വര, പയ്യാവരപ്പം തന്ന നിധിയായത്. ഈശ്വര, ഇത് വേണോ തമ്പുരാട്ടി? വേണോ? എന്തേ? കുലമേതെന്നോ കുടുംബമേതെന്നോ അറിയാത്തൊരു കുഞ്ഞ്, അത് വേണോ തമ്പുരാട്ടി? ഇവൻ എന്റെ ഇല്ലത്ത് വളരും, എന്റെ മോനായി. വാവേ, നോക്ക്,
നോക്കട വാവേ. വാവേ, ഉറങ്ങി. ദേ തമ്പുരാൻ. ഓ, പാടി, ഏതാണീ ബാലൻ? നമ്മുടെ മോനാ. കളി പറയേണ്ട നേരമല്ലിത്. ഏതാണീ ബാലൻ? ശ്രീ പരമേശ്വരൻ ഈ ഭക്തക്കായി തിരുവഞ്ചിറയിലെ തിരുനീറ്റിക്കല്ലിൽ കാത്തുവെച്ച നമ്മുടെ കുഞ്ഞ്, എന്റെ കുഞ്ഞ്. ഉദകക്രിയ ചെയ്യാൻ പരമ്പരകളില്ലാത്ത ദുഃഖം പാടിക്കുന്നത് പോലെ നമുക്കുമുണ്ട്. ഇനി ആ ദുഃഖം വേണ്ട, ഇവനുണ്ട്, എന്റെ പൊന്നും. ഇത് യാഗാജ്ഞാണയാതെ സൂക്ഷിക്കുന്ന ഒരു ബ്രാഹ്മണ ഇല്ലമാണ്. കുലമേതെന്നറിയാത്ത ഒരു ബാലൻ ഈ ഇല്ലത്ത് വളരുകയെന്ന് വെച്ചാൽ വേണ്ട പാടി. ഇവനെ കിട്ടിയെടുത്ത് തന്നെ ഉപേക്ഷിച്ചേക്ക്. ഇല്ല ഇല്ല, ഇവൻ ഇവിടെ വളരും, വളരണം. ദാനം കൊടുത്തു മാത്രം പരിചയമുള്ള അയ്യങ്കര വാഴുന്നവരോട് ഈ ഉള്ളവൾ അപേക്ഷിക്കുകയാണ്, അനുവദിക്കണം. ശ്രീ പരമേശ്വര, അടിയന് എന്താണ് ചെയ്യേണ്ടത്? എന്നുണ്ണി, കണ്ണിന്നും കണ്ണായി വളര്, ഈ നാടിന്നു വിളക്കായി തെളിയ്, ഈ വീടിന്നു വിളക്കായി തെളിയ്. ശങ്കരൻ ശിവശങ്കരൻ തന്നൊരു നിധിയല്ലേ, നീ വളരുക പൊന്നുണ്ണി. അയ്യങ്കരയിലെ മുത്തേ, വാഴുന്നോരുടെ സത്തേ. അയ്യങ്കരയിലെ മുത്തേ, വാഴുന്നോരുടെ സത്തേ. അമ്മയൊന്നു വിളിച്ചാൽ ചാര വന്നു പുണരും, ദേവദേവൻ തന്ന മുത്ത് വളര്. അച്ഛനെന്നും താങ്ങായി ആതിരപ്പും കുളിരായി നാടിനാകെ തണലായി വളര്. ഉണ്ണി കൈ രണ്ടും വീശി നീ വളര്. അക്ഷരമായുധമാകേണം, ആയുധമക്ഷതമാക്കേണം. ഈക്ഷിതി പാലകനാകേണം, അക്ഷയ സ്നേഹം നിറയേണം. കർമ്മങ്ങൾ ചെയ്തു ദാനധർമ്മങ്ങൾ ചെയ്തു നാടിൻ നന്മയ്ക്കായി നീ ഇന്ന് വളര്. സ്നേഹത്തിൻ പൂമരമായി ആശ്വാസ പൂന്തണലായി നാടുകാക്കും വൻമരമായി വളര്. ലോക നന്മയ്ക്കായി നീ എന്നും വളര്. എന്നുണ്ണി വളര്, പൊന്നുണ്ണി വളര്, കണ്ണിന്നും കണ്ണായി വളര്, ഈ നാടിന്നു വിളക്കായി തെളിയ്. എന്നുണ്ണി വളര്, പൊന്നുണ്ണി വളര്, കണ്ണിന്നും കണ്ണായി വളര്, ഈ നാടിന്നു വിളക്കായി തെളിയ്, ഈ വീടിന്നു വിളക്കായി തെളിയ്. മുത്തപ്പന്റെ ശരിക്കുള്ള പേരെന്തെന്നറിയോ? ഇല്ല.
ഏ? നിങ്ങൾക്കാർക്കെങ്കിലും അറിയോ? നിനക്കോ? ശിവശങ്കരൻ. അതാണ് മുത്തപ്പന് വാഴുന്നോരും പാടിക്കുറ്റിയും വിധിപ്രകാരം ഇട്ട പേര്. എന്ത്? എന്ത്? ശിവശങ്കരൻ. അതാണ് മുത്തപ്പൻ. എന്ത്? മുത്തപ്പൻ. ആ ഗ്രന്ഥം കിടക്കുക. വായിക്ക. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണേ നമോസ്തുതേ. ഏറ്റവും വേഗത എന്തിനാണ്? ചിന്തകൾക്ക്. പഞ്ചഭൂതങ്ങൾ ഏതൊക്കെയാണ്? വായു, ജലം, അഗ്നി, പിന്നെ? ഗഗനം, കിരണം. ശിവശങ്കരൻ വിദ്യകളൊക്കെ പഠിച്ചിരിക്കണം. എല്ലാം പയ്യാവൂരപ്പന്റെ കൃപ. നാട് വാഴേണ്ടതാ ഇനി. രമ്യഹർമ്മ്യത്തിലെ ഹംസതൂലിക ശയ്യ നൽകുന്ന ശയനസുഖത്തിന്റെ ആഡംബരങ്ങൾക്കുമപ്പുറം അയ്യങ്കരയിലെ ശിവശങ്കരൻ തേടിയത് പറയച്ചാളയിലെ സൗഹൃദങ്ങളാണ്. കളിവില്ലുമായി അലഞ്ഞു നടക്കുമ്പോഴും ആ മനസ്സിൽ അശരണരോടുള്ള സ്നേഹമായിരുന്നു. ധ്യാനത്തിന്റെ അർത്ഥപൂർണ സമാധിയിൽ ശിവശങ്കരൻ തന്റെ ഉള്ളിലെ ലോകരക്ഷയ്ക്കായി അവതരിച്ച ദേവചൈതന്യത്തെ തൊട്ടറിഞ്ഞു. ഓം ദ്യൗ ശാന്തി അന്തരീക്ഷം ശാന്തി പൃഥ്വി ശാന്തി ശാന്തി. എഴുത്തു കളരിന്ന് വന്ന ആയുധ കളരിയില്, അവിടുന്ന് വന്ന ഗ്രന്ഥപാരായണം. ഒരു കിണ്ടി പാല് കുടിക്കാൻ പോലും നേരമില്ല, അല്ലേ ഉണ്ണി? അക്ഷരം ലോകത്തെ രക്ഷിക്കാനും ആയുധം അശരണെ രക്ഷിക്കാനുമാണ്. ഉണ്ണിയുടെ വേദാന്തം ഈ അമ്മയ്ക്ക് മനസ്സിലാവില്ല. ഉണ്ണി ഇവിടെ വിശന്നിരിക്കുന്നത് സഹിക്കാൻ ഈ അമ്മയ്ക്ക് ആവോ? അതാ പറഞ്ഞ. അമ്മേ, അയ്യങ്കര ഇല്ലത്തെ ശിവശങ്കരന് വിശക്കുമ്പോൾ അമ്മയ്ക്ക് മനസ്സ് നോവും. പക്ഷേ ഉണ്ണിയുടെ മനസ്സ് നോവുന്നത് ഒരു കിണ്ടി പാല് പോയിട്ട് ഒരു തുടം കാടിവെള്ളം പോലും കുടിക്കാനില്ലാത്ത പാപങ്ങളെ ഓർത്താണ്. ഉണ്ണി, വേണ്ടാത്ത കാര്യങ്ങൾ ഈ ബാലപ്രായത്തിലേ ആലോചിക്കണ്ട. ആലോചിക്കാതെ വയ്യമ്മേ. അവർക്കാരെങ്കിലും ഒരാൾ തുണ വേണം. ഇപ്പോഴത്തെ കഥയല്ല, വളരെ പണ്ടത്തെ കഥ. തീണ്ടലും തൊടിയിലും നിലനിരുന്നൊരു കാലം. ഇവിടെയോ? ജാതി വ്യവസ്ഥ കൊടുമ്പിരി കൊണ്ടിരുന്ന കാലത്തും അയ്യങ്കരയിലെ ശിവശങ്കരൻ അടിയാളന്മാരുടെ പ്രിയപ്പെട്ട കൊച്ചുതമ്പുരാനായി, അവരുടെ രക്ഷകനായി. ഒരാസുരകാലമായിരുന്നു അത്. മനുഷ്യൻ മനുഷ്യനിൽ നിന്ന് ജാതീയമായ കാരണങ്ങളാൽ തീണ്ടാപ്പാട് കാത്തുസൂക്ഷിച്ച ശാപകാലം. നായ്ക്കളേക്കാൾ നികൃഷ്ടരായി സഹജീവികളെ കണ്ടിരുന്ന ആ കാലം. അവിടെ മുത്തപ്പൻ ആരുമില്ലാത്തവർക്ക് തുണയായി. ഒരു കുമ്പിള് കഞ്ഞിതരമ്മേ, ഒരു കണ്ടം കപ്പതരമ്മേ, ഏനന്റെ പള്ളേനാത്തെ കത്തലൊന്നു മാറ്റത്തമ്മേ. ഒരു കുമ്പിള് കഞ്ഞിതരമ്മേ, ഒരു കണ്ടം കപ്പതരമ്മേ, ഏനന്റെ പള്ളേനാത്തെ കത്തലൊന്ന് മാറ്റത്തമ്മേ. നേരം അതിപാതിര നേരം വേലയ്ക്കതു ചെന്നെന്നാലും
അരവയറു നിറച്ചുണ്ണാനായി തമ്പ്രാക്കള് കനിയാറില്ല. കുടിക്കുവാവേ, ഇച്ചിരി കഞ്ഞി കുടിക്ക്. ഇച്ചിരി വാവല്ലേ. പാടത്ത് പണിക്ക് പോകാതെ കഞ്ഞി കുടിച്ചിരിക്കുന്നോ അലവലാദികൾ. വേണ്ട അമ്പ്ര, ഇത് എന്റെ കഞ്ഞിയാ. ഇതിന്റെ കഞ്ഞി സാരമില്ല, വാവ കരയണ്ട. ഒരു തുണ്ട് തുണിയുമൊടുത്ത് തലയോലക്കുടയുമെടുത്ത് തമ്പ്രാന്റെ മക്കളുടെ കൂടെ ഏനൊന്നു പോയിക്കോട്ടമ്മേ. ഒരു നുള്ള് ഭസ്മമണിഞ്ഞ് ഒരു കൊട്ടപ്പൂവുമെടുത്ത് ഏനെന്റെ ദൈവത്താറെ ഒരു നോക്ക് കാണട്ടമ്മേ. നായ്ക്കള് പോയ വഴിയെ ഏനന്ന് പോയത് നേരം തമ്പ്രാന്റെ മക്കള് കണ്ട് കലികേറി എന്നെ എറിഞ്ഞേ. എന്തിനാ എന്നെ തല്ലിയെന്ന് ഏട്ടൻ ഒരുപാട് വേദനിച്ച ഏനെന്നറിയാലോ മക്കളെ. സഹിക്കന്നെ. ഏട്ടാ, ഏട്ടൻ ഒരുപാട് തല്ലിയോ? സാരമില്ല ഏട്ടാ, കരയണ്ട. കരയണ്ട, ഇതെങ്കട വിദ്യാണ്. തൊഴിയൊന്നു കറുത്തതു കണ്ടാൽ അറിയാതെ തീണ്ടിപ്പോയാൽ അശ്രീകരമെന്നു പറയും കാലന്മാരുള്ളൊരു കാലം. ഏനെന്താ മനുഷ്യനല്ലേ എന്നറിയാതൊരു ചിന്ത മുളച്ചു. ആ ചിന്ത നാടു പരന്നു, അരമനകൾ ആടിയുലഞ്ഞു. പാട്ടും കൂത്തും അയ്യോ തമ്പ്ര വേണ്ട. അല്ല ചെറിയമ്പ്ര, ഞാൻ ഒരുപാട് തവണ ഞാൻ പറഞ്ഞതാണ് നിന്റെ പരാക്രമം ഈ പാവങ്ങളോട് വേണ്ടെന്ന്. അയ്യങ്കരിയിലത്തെ ചെറിയ തമ്പുരാൻ എന്താ ഈ ചെറുമരുടെ കാര്യത്തിൽ ഇത്ര താല്പര്യം? ഈ ലോകത്തിൽ ആരാണ് വലിയവനും ചെറിയവനും? പൂണൂലിട്ടവന്റെയും കരിക്കാടി കുടിക്കുന്നവന്റെയും ശരീരം മണ്ണോട് മണ്ണായി ജീർണിച്ചു തീരുമ്പോ അതിലരിച്ചു നടക്കുന്ന പുഴുക്കൾ അവരെക്കാൾ വലിയവരല്ലേ? സരസ്വതി കടാക്ഷമുള്ള നാവുണ്ടെന്ന് കരുതി വാചക കസർത്ത് കൊണ്ട് നാളിന്ന് വരെയുള്ള രീതികൾ നിർത്താമെന്ന് അങ്ങക്ക് തോന്നിയെങ്കിൽ തെറ്റി. എന്റെ ഭൂമിയിലെ ചെറുമകൾ എന്റെ അടിമകളാ. ഞാനവരുടെ ഉടയോനും. ചെറിയമ്പ്രാനെ അതിനിടയിൽ ദയവ് ചെയ്ത് ഇടപെടരുത്. ഇതൊരപേക്ഷയാണ്. അപ്പോഴുമുണ്ടല്ലോ ഒരു ഭീഷണിയുടെ ധ്വനി. ഏറെ അപേക്ഷിച്ച് ശീലമില്ല എനിക്ക്. പകിട 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 12. ഇനിയും എനിക്ക് തന്നെ.
എവിടെ ഇരി. പകിട 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 ആ എന്താ മുഖത്തൊരു വാട്ടം? ഒരു കളി കളിച്ചാലോ? ഇരിക്കേ. നാട് വിറപ്പിക്കുന്ന വീരശൂര പരാക്രമി വർമ്മ എങ്ങനെയോ എന്തോ ഉണ്ട്. പകിട 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 12. ദേ പിഴച്ചു. 12 പകിട എറിഞ്ഞ് വീഴ്ത്തുന്ന വർമ്മയ്ക്കും പിഴച്ചു. നാട് വിറപ്പിക്കുന്ന വീരശൂര പരാക്രമി വർമ്മ എങ്ങനെയോ എന്തോ ഉണ്ട്. എല്ലാറ്റിനും കാരണം അവനാ, അയ്യങ്കരയിലെ ശിവശങ്കരൻ. വർമ്മേ, വാഴുന്നൊറ പടത്തെ വഷളാക്കി വച്ചിരിക്കല്ലേ. വേദപാഠം ചൊല്ലേണ്ട നാവ് കൊണ്ടും മ്ലേച്ഛഭക്ഷണം. ഇന്നലെ വരെ നമ്മളെ കണ്ട് ഓടി മറഞ്ഞവർ ഇപ്പൊ നേരെ നിന്ന് സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അവർക്ക് പിന്നിൽ അവനുണ്ടല്ലോ, ആ ശിവശങ്കരൻ. ഇതിങ്ങനെ വിട്ടാ കോലത്തും വാരത്തൊക്കെ അവര് കയറി നേരങ്ങും. അപ്പൊ തമ്പുരാനെ കണ്ടേ മതിയാവും. വരിക. അറിഞ്ഞോ, കളരിയിലെ പയറ്റു മത്സരത്തിൽ നമ്മുടെ ഉണ്ണിക്കാണത്രേ 1ാം സ്ഥാനം. വളർന്നത് ബ്രാഹ്മണ ബാലനായിട്ടാണെങ്കിലും ഒരു ക്ഷത്രിയന്റെ കരുത്തുണ്ട് ഈ എന്റെ ശിവശങ്കരന്റെ വാൾവീശലിന്. 4 ദേശത്തിലും കേൾവി കേട്ടിരിക്കുന്നു നമ്മുടെ ഉണ്ണിയുടെ പ്രശസ്തി. 4 ദേശത്തില് മാത്രമല്ല, അങ്ങ് ചെറുമക്കുടിയിലും എത്തിയിരിക്കുന്നു അങ്ങയുടെ മകന്റെ പ്രസക്തി. വരണം വരണം, ഇരിക്കുക. ഒരു കാര്യം പറയാനുണ്ട് ഈ ദേശം വാഴുന്ന അങ്ങയോട്. ഇരിക്കുക ഇരിക്കുക. ആവോ, അങ്ങയുടെ മകൻ ശിവശങ്കരനെ പറ്റി തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. തെളിച്ചങ്ങോട്ട് പറയാ. നാട്ടാചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിഷേധിക്കാനും നാട്ടുപ്രമാണിമാരെ അപമാനിക്കാനും അങ്ങയുടെ മകൻ ആരാണ് തിട്ടൂരം നൽകിയത്? മനസ്സിലായില്ല. വർമാജിയോട് മോശമായി പെരുമാറിയിരിക്കുന്നു ശിവശങ്കരൻ, അങ്ങയുടെ പ്രിയപുത്രൻ. ഈശ്വര, അതുണ്ടാവില്ല, അതും ഇവിടെ തുണ്ണിയേ. സാരമില്ല മേനോനെ, മദ്യപാന്മാർക്ക് ആരെന്നോ എന്തെന്നോ ഉണ്ടോ? മദ്യപന്മാരോ? ആരാണ് മദ്യപന്മാർ? തമ്പുരാട്ടിയുടെ സൽപുത്രൻ തന്നെ. ചെറുമക്കുടിയിൽ നിന്ന് മദ്യവും ചുട്ടമീനും ആചാരം ലംഘിച്ച് നടക്കുന്ന ശിവശങ്കരന് ഭ്രഷ്ട് കൽപ്പിക്കണം. നിർത്ത്. പൂജാപുഷ്പങ്ങൾ മാത്രമല്ല, ഉടവാളും വഴങ്ങും ഈ ബ്രാഹ്മണന്. ശിവശങ്കരനെ കുറിച്ച് നീ ഒറ്റ അക്ഷരം സംസാരിച്ചാൽ താഴെ കടന്നു വിടക്കും ശേഖരവർമ്മയുടെ നാവ്. ആചാരവാക്ക് പറയേണ്ടവരോട് അപരാധം പറഞ്ഞ് ശീലമില്ല എനിക്ക്. ഇപ്പോൾ വർമ്മയൊന്നും പറയുന്നില്ല. പക്ഷെ പാടുന്നവരെ ഒരിക്കൽ നിങ്ങൾ കരയേണ്ടി വരും, പുത്രശോകം കൊണ്ട്. ചങ്ങാതി, ചെറിയമ്പ്രാനെ തീണ്ടിയന് അടിയനോട് പൊറുക്കണം. അമ്പ്രാക്കന്മാരെ തീണ്ടിയ അത് പൊറുക്കാനാകാത്ത പാവ അടിയൻ അറിയാം. തമ്പ്രാനെ തീണ്ടി അടിയാന് ശിക്ഷ മരണന്ന്. ആ പള്ളി വാളോണ്ട് അടിയന്റെ കൈത്ത് അർത്തോളി നമ്പ്ര, അർത്തോളി നമ്പ്ര. തമ്പ്രാൻ എന്താ കാട്ടിയത്? കണ്ടാ പോലും മാറി നടക്കണ എന്നെ തൊടിയേ. അതിനെന്ത്? മനുഷ്യൻ മനുഷ്യനെ തൊടാൻ പാടില്ലെന്ന് ഏത് വേദമാണ് പറഞ്ഞിരിക്കുന്നത്? എനിക്ക് അറിയില്ല അമ്പ്ര. സഹനാവവതു സഹനൗ ഭുനക്തു സഹവീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്യുഷാവഹൈ.
അടിയൻ അറിയില്ല അമ്പ്ര, ഈ അമ്പ്രാക്കന്മാരുടെ ഭാഷ. നിങ്ങളെ തീണ്ടാൻ മടിക്കുന്ന ഞങ്ങളുടെ വേദമന്ത്രങ്ങളിലൊന്നാണ്. എന്നിലും നിന്നിലും വസിക്കുന്നത് ഒരേ ചൈതന്യമാണ്. അടിയൻ ഒന്നും മനസ്സിലാകുന്നില്ല അമ്പ്ര. മനസ്സിലാവില്ല. മനസ്സിലാക്കാൻ നിങ്ങളെ അവർ അനുവദിക്കുകയുമില്ല. കാരണം അവർ നിങ്ങൾക്ക് നിഷേധിച്ചത് അക്ഷരങ്ങളാണ്. സ്നാതമശ്വം ഗജമത്തം ഋഷഭം കാമമോഹിതം ശൂദ്രം അക്ഷര സംയുക്തം ദൂരയത് പരിവർജ്യ എന്ന് പറഞ്ഞ് നിങ്ങളെ മാറ്റി നിർത്തി. ചങ്ങാതി, അയ്യങ്കരയില്ലത്തെ ശിവശങ്കരന് വല്ലാതെ ദാഹിക്കുന്നു. മടിക്കാതെ താ. നിനക്ക് കാളകൂടം അമൃത് പോലെ സേവിക്കാമെങ്കിൽ പിന്നെ എനിക്കെന്ത്? ഈ ശിവശങ്കരൻ ഉണ്ണിയുടെ കാര്യം ആലോചിക്കുമ്പോ എനിക്കെന്തോ ഒരു വിഷമം പോലെ. എന്റെ പാടിക്കിപ്പോ ഉണ്ണിയെപ്പറ്റി എന്തോ അകാരണമായി വിഷമമുണ്ട്. ഉണ്ണി ഒരു ബ്രാഹ്മണ ബാലനല്ലേ? യജ്ഞപൂജാദികളെക്കാൾ നമ്മുടെ ഉണ്ണിക്ക് താല്പര്യം ക്ഷത്രിയ ആചാരങ്ങളോടാ. പാടി ഓർത്ത് വിഷമിക്കണ്ട. ക്ഷേത്രം ശാദിക്കാരല്ലോ അയ്യങ്കര ഇല്ലക്കാർ, നാടുവാഴികളല്ലേ. ദേശം വാഴുന്നോർക്ക് ആയുധം അലങ്കാരമാണ്. ഉണ്ണി അങ്ങോട്ടാ? കളരിയിലേക്ക്. ബ്രാഹ്മണകുമാരന്മാർ പോകേണ്ടത് കളരിയിലേക്കല്ലല്ലോ, ക്ഷേത്രങ്ങളിലേക്കല്ലേ? വാഴുന്നോരെ, വാഴുന്നോരെ, പുഞ്ചച്ചീറ മുറിഞ്ഞിരിക്കുന്നു. ചെറുമരി ദുറപ്പിച്ചോണ്ടിരിക്കുക. കണ്ണു തെറ്റിയ പണിയെടുക്കില്ല അവറ്റകള്. നോം കൂടെ വരാം. പാടി കുടയെടുക്കുക. ഉണ്ണി വരുന്നോ പാടത്തേക്ക്? ഞാൻ വരുന്നില്ല അച്ഛാ. മനുഷ്യൻ മാടുകളെ പോലെ പണിയെടുക്കുന്നത് കാണാൻ എനിക്ക് വയ്യ. ഇതാ വരിക. എന്തേ ഉണ്ണി അച്ഛനൊപ്പം പാടത്ത് പോവാഞ്ഞത്? എന്തിന്? വരമ്പത്ത് ഓലക്കുടത്തണലിൽ ഇരുന്ന് പൊരിവെയിലത്ത് പണിയെടുക്കുന്ന പാവങ്ങളെ കണ്ട് സന്തോഷിക്കാനോ? ജോലി ചെയ്യുന്നത് അവരുടെ കുലധർമ്മമാണ് ഉണ്ണി. എന്ത് കുലധർമ്മം? അങ്ങനെയൊന്നില്ല. അധ്വാനിക്കാൻ ഒരു കുലം, സുഖിക്കാൻ മറ്റൊരു കുലം. ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയതല്ലേ? അല്ല ഉണ്ണി, എല്ലാം ഈശ്വര കൽപ്പിതമാണ്. കേട്ടിട്ടില്ലേ ചാതുർവർണ്ണ്യം മയാ സൃഷ്ടമെന്ന്? ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര, ഇതല്ലേ 4 വർണ്ണങ്ങൾ. ഇതിലൊന്നും പെടാത്ത മനുഷ്യരെ അമ്മ ഏത് കുലത്തിൽപ്പെടുത്തും? അതോ അവർ ഈശ്വര സൃഷ്ടിയല്ല എന്നുണ്ടോ? ശിവ ശിവ, ഈശ്വരൻ നിന്നരുതുണ്ണി. അമ്മേ, ഞാൻ ഈശ്വരനെ കാണുന്നത് മനുഷ്യരിലാണ്, നമ്മുടെ ഉള്ളിലാണ്. ശിവ പഞ്ചാക്ഷരിക്കപ്പുറം മറ്റൊന്നും അറിയാത്ത ഒരു പാവമാണ് ഈ അമ്മ. ഇതിന് മറുപടി പറയാൻ എനിക്കാവില്ലുണ്ണി. ഞാൻ കേൾക്കാറുണ്ട് അമ്മയുടെ പഞ്ചാക്ഷരി ജപം. അതെനിക്കിഷ്ടവുമാണ്. അതുകൊണ്ടാണല്ലോ ഞാൻ അമ്മയുടെ കൂടെയുള്ളത്. ഉണ്ണി, എനിക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലാവും. 50 വർഷം ഇരുൾമൂടി കിടന്നൊരു മുറിയിൽ വെളിച്ചം വരാൻ ഇനിയും ഒരു 50 വർഷം കാത്തിരിക്കണ്ട. ഒരു നിമിഷം മതി. ഉണ്ണി, ഉണ്ണി വീണ്ടും ഈ പാവ അമ്മയെ ആശയക്കുഴപ്പത്തിലാക്കാനുള്ള പുറപ്പാടാണല്ലേ? അല്ലമ്മേ, ഒരു നാൾ എന്നെ നല്ലമ്മ പാടിക്കുട്ടിക്ക് മനസ്സിലാവും ശിവശങ്കരൻ എന്ന് ഞാൻ എന്താണ് പറഞ്ഞതെന്ന്. ഇപ്പൊ ഞാൻ കളരിയിലേക്ക് ചെല്ലട്ടെ.
വാഴുന്നവരോട് ഒരു കാര്യം പറയണമെന്ന് നായർ ഒരുപാട് നാളായി വിചാരിക്കണു. അല്ല, അവിടത്തേക്ക് തിരുവുള്ളക്കേടുണ്ടാവരുത്. നായർ കാര്യം പറയാ. സത്യം ബ്രുയാത്, പ്രിയം ബ്രുയാത്, ന ബ്രുയാത്, സത്യം അപ്രിയം എന്നാണല്ലോ പ്രമാണം. പ്രമാണങ്ങൾ എന്തോ ആയിക്കോട്ടെ, നായർ കാര്യങ്ങളാ തെളിച്ചങ്ങട്ട് പറയാ. നാട്ടിൽ പലരും പലതും പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. കുളിക്കടവിലും ക്ഷേത്രനടിയിലുമെല്ലാം ഇത് തന്നെയാ സംസാര വിഷയം. മനസ്സിലായില്ല. കൊച്ചുതമ്പുരാന്റെ കാര്യ. എന്റെ ഉണ്ണിയുടെ കാര്യോ? താൻ അങ്ങ് തെളിച്ചങ്ങട് പറയാ. ഈ നാട്ടിലും മറുനാട്ടിലും പേരും പെരുമയും കേട്ട ഇല്ലമാണല്ലോ അയ്യങ്കര തറവാട്. അവിടുത്തെ ഉണ്ണിയെ പറ്റി ഓരോരോ അവിഖ്യാതികൾ പറയാന്ന് വെച്ചാൽ അവന്റെ പിതൃത്വത്തെക്കുറിച്ചാവും. വേലയില്ലാത്തവരുടെ വിടുവായിത്തം. സമാവർത്തം കഴിഞ്ഞ് വേദങ്ങൾ ഹൃദിസ്ഥമാക്കിയ ബ്രാഹ്മണ ബാലനാണവൻ. ജഗത്പിതാവായ ശ്രീ പരമേശ്വരൻ നമുക്ക് തന്ന നിധി. അതോ അതിനെപ്പറ്റി ഇപ്പോഴാർക്കും ഒരു പരാതിയില്ലതാനും. പിന്നെ കുഞ്ഞു തമ്പുരാൻ കാട്ടിൽ അലഞ്ഞു നടക്കുന്നത് എന്തിനാണെന്ന് അവിടത്തേക്കറിയാമോ? കാനന ഭംഗി ആസ്വദിക്കാനാവും. അസാരം കവിത്വം ഉണ്ടേ ഉണ്ണിക്ക്. അല്ല തമ്പുരാനെ. പിന്നെ അല്ല, കാട്ടിൽ വേട്ടയാടി കൊറ്റനെയും കൂരനെയും കൊന്നു തിന്നാറുണ്ടത്രേ നമ്മുടെ കൊച്ചു തമ്പുരാൻ. ഇല്ല, ഉണ്ണി അത് ചെയ്യില്ല. പറയാതെ വയ്യ തമ്പുരാനെ. ഒരുപാട് തവണ പ്രാർത്ഥിച്ചു ഇതൊന്നും സത്യമാവരുതേ എന്ന്. ഒടുവിൽ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു തമ്പുരാനെ. കൊച്ചു തമ്പുരാൻ മദ്യവും മാംസവും സേവിക്കുന്നത്. ഇല്ല, നമുക്കൊന്നും കേൾക്കണ്ട. ശ്രീ പരമേശ്വര, അടിയനെന്തായി കേൾക്കണേ? നായരെ, എന്റെ ഉണ്ണി. നായരെ, സത്യാണോ? ഒക്കെ വിധിയാ തമ്പുരാ, വിധി. വരേണ്യർ നിഷിദ്ധമെന്ന് കരുതിയിരുന്ന മദ്യമാംസാദികൾ ശിവശങ്കരന് പഥ്യമായി. കൊട്ടനെയും കൂരനെയും എയ്തു കൊന്ന് ചുട്ടുതിന്ന് മധു കുടിച്ച് മുത്തപ്പൻ സ്വജീവിതം ഒരു വലിയ പാഠപുസ്തകമായി ലോകത്തിനു മുന്നിൽ തുറന്നുവെച്ചു. പക്ഷേ അതിലെ പാഠങ്ങൾ വായിച്ചെടുക്കാൻ കേവല ചക്ഷുസ്സുകളായ മാനവന് കഴിഞ്ഞില്ലല്ലോ. എന്താ ഇങ്ങനെ ആലോചിക്കുന്നത്? ഒന്നുമില്ല പാടി. ദേ ഉണ്ണി. ശിവശങ്കര, എന്താ അച്ഛാ? അയ്യങ്കര തറവാട്ടിൽ ഇതുവരെ യാഗാഗ്നി അണഞ്ഞിട്ടില്ല. ഇവിടെ ആരും ആചാരങ്ങൾ തെറ്റിക്കാറുമില്ല. ആചാരങ്ങൾ പ്രപഞ്ചോൽപത്തി മുതൽ ഉണ്ടായതല്ലോ, നാം ഉണ്ടാക്കിയതല്ലേ അച്ഛാ. നീയൊരു ബ്രാഹ്മണനാണ്, അത് മറക്കണ്ട. ജന്മനാ ജായതേ മർത്യ കർമ്മണാ ജായതേ ദ്വിജ ബ്രഹ്മജ്ഞാനേന ബ്രാഹ്മണ. ഇത് ബാലപ്രായത്തിലെ പഠിപ്പിച്ചു തന്നത് അച്ഛൻ തന്നെയല്ലേ? നിന്നോട് തർക്കിക്കാൻ നാം ഇല്ല ഉണ്ണി. തർക്കിക്കാൻ പറഞ്ഞതല്ല അച്ഛൻ, ഞാൻ പരമമായൊരു സത്യം പറഞ്ഞെന്ന് മാത്രം. എങ്കിലുണ്ണി, നാം ഒരു സത്യം പറയാം. ആചാരങ്ങൾ ലംഘിച്ച് ധരിച്ച യജ്ഞോപവീതത്തിന്റെ പവിത്രത കളങ്കപ്പെടുത്തുന്ന ഒരുവൻ അന്തിയുറങ്ങാനുള്ള വഴിയമ്പലമല്ല ഈ അയ്യങ്കരയില്ല. അരുത്,
എന്റെ ഉണ്ണിയോട് അങ്ങനെയൊന്നും പറയരുത്. പറയാതെ വയ്യ പാടി. ഒരിക്കൽ പുഴവക്കിൽ നിന്ന് കിട്ടിയ കുലമേതെന്നറിയാത്ത ഇവനെ ഇവിടെ വളർത്താൻ അനുവദിച്ചത് നിന്റെ കണ്ണീരിന് മുന്നിൽ തോറ്റുപോയതുകൊണ്ടാണ്. ഇനിയും തോൽക്കാൻ എനിക്കിനി ആവില്ല പാടി. അവിടുന്ന് പറഞ്ഞു വരുന്നത് നിന്റെ മകനും ഞാനും ഈ ഇല്ലത്തൊന്നിച്ചു പറഞ്ഞു. ഞാൻ പോയി അരുത്, ദേശാടനത്തിന് തീർത്ഥാടനത്തിന് അരുത്. എന്തിനെങ്കിലും വേണ്ട, പോകേണ്ടത് ഞാനാണ്. ഉണ്ണി, എനിക്ക് പോയേ തീരൂ, എന്നെ കാത്തു നിൽക്കുന്നവർക്കായി. അതിന് തടസ്സം നിൽക്കുന്ന ഈ ബ്രാഹ്മണ്യം ഞാനിതാ ഉപേക്ഷിക്കുന്നു. ഇതാ ഉണ്ണി. എന്റെ ഉണ്ണി, 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 അരുത്, അരുത് ഉണ്ണി, ഉണ്ണി. ഉണ്ണി, ഉണ്ണി. നല്ലമ്മ പാടിക്കുട്ടിക്ക് നാം ആരാണെന്നറിയാൻ സമയമായിരിക്കുന്നു. ഞാൻ ലോകരക്ഷക്കായി അവതാരം ചെയ്തവൻ. പാമ്പിൽ ശയിക്കുന്നവന്റെയും പാമ്പണിയുന്നവന്റെയും ചൈതന്യങ്ങൾ കൂടിച്ചേർന്നവൻ. ഈശ്വരാ, നാളെ ലോകമെന്നെ ശ്രീമുത്തപ്പൻ എന്ന് വാഴ്ത്തി സ്തുതിക്കും. എനിക്ക് യാത്ര പോകാൻ സമയമായിരിക്കുന്നു. നീ എന്റെ ഉണ്ണിയാണ്. ഞാൻ നെഞ്ചടക്കി പിടിച്ച എന്റെ ഉണ്ണിയെ കാണാതിരിക്കാൻ എനിക്കാവില്ല ഉണ്ണി. ഈ അമ്മയ്ക്ക് ആവില്ല ഉണ്ണി. അമ്മയെ എനിക്കും കാണണം. ഞാനുണ്ടാവും അങ്ങ് കുന്നത്തൂർ പാടിയിൽ. അവിടെ വെച്ച് മൂലം പെറ്റ ഭഗവതിയായി വന്ന് നല്ലമ്മ പാടിക്കുറ്റിക്ക് ഈ മകനെ കാണാം. ഉണ്ണി, പ്രളയാഗ്നി ജ്വലിക്കുന്ന ഈ കണ്ണുകൾ പൊയ്ക്കണ്ണുകൾ കൊണ്ട് മറച്ചു കളയണം. അമ്മയുടെ അപേക്ഷയാണ്. അല്ലെങ്കിൽ അതിലെ തീജ്വാലകളേറ്റ് 7-14 ലോകവും നശിക്കും. ഉണ്ണി, ഉണ്ണി, ഇതാ എന്റെ ഉണ്ണി. നിന്റെ താപിക്കൽ സരസ്വതിയായ അമ്പോജമായ മാർദ്ദർശ പാല പോലെയും പതിൽ തൂക്കിയ ദീപം പോലെയും കല്ലുകൾ പോലെയും പേറ്റുനോവറിയാത്ത അമ്മയായ പാടിക്കുറ്റി അന്തർജനം കുന്നത്തൂർ പാടിയിൽ മൂലം പെറ്റ ഭഗവതി എന്ന പേരിൽ പരിലസിക്കുന്നു. വാഴയിലകളാൽ നിർമ്മിതമായ കിരീടമണിഞ്ഞ് തന്റെ പൊന്നുണ്ണിയുടെ സവിധത്തിൽ നല്ലമ്മ പാടിക്കുറ്റി ചുവടുവെക്കുമ്പോൾ അതിധന്യമായ മാതൃത്വത്തിന്റെ സ്നേഹവ്യാപ്തി നമുക്ക് തൊട്ടറിയാനാകും. അയ്യങ്കരിയിലെത്തുന്നും നേരെ പോയത് കുന്നത്തൂർ പാടി എന്ന വൻമലയിലേക്കാ. അത് പറയാം. ഉത്തര മലബാറിൽ പയ്യാവൂരിനടുത്താണ് കുന്നത്തൂർ പാടി. അവിടെ മുത്തപ്പൻ എന്തു ചെയ്തു? അവിടെ മുത്തപ്പൻ സഹ്യാദ്രി സാനുക്കളിൽ ഒന്നിലാണ് കുന്നത്തൂർ പാടി എന്ന ശ്രീ മുത്തപ്പ ദേവസ്ഥാനം. സമുദ്രനിരപ്പിൽ നിന്നും ഏതാണ്ട് 3000 അടി ഉയരത്തിലാണ് കോടമഞ്ഞും കൊടും തണുപ്പും വിറയാർന്ന വിരൽ നീട്ടി നമ്മെ തൊട്ടു തഴുകുന്ന ഈ ക്ഷേത്രമില്ലാ ക്ഷേത്രം.
ശ്രീ മുത്തപ്പന്റെ ആരാധനാലയങ്ങളെ ക്ഷേത്രമെന്ന ബ്രാഹ്മണ്യ സവർണ നാമത്തിൽ വിളിക്കാറില്ല. മഠപ്പുര എന്നും പൊടിക്കളമെന്നുമാണ് മുത്തപ്പ ആരാധനാ കേന്ദ്രങ്ങൾ അറിയപ്പെടുന്നത്. കുന്നത്തൂർ പാടിയിൽ വെച്ചാണത്രേ മുത്തപ്പൻ ആ പേര് സ്വീകരിച്ചത്. ശ്രീ മുത്തപ്പന്റെ ജീവിതത്തിലെ വിവിധ ഘട്ടങ്ങൾ ഭക്തർ നിർവൃതിയോടെ കണ്ടു തൊഴുന്നത് കുന്നത്തൂർ പാടിയിൽ വെച്ചാണ്. പുതിയ മുത്തപ്പൻ, പുറംകാല മുത്തപ്പൻ, നാടുവാഴിഷ്യൻ ദൈവം, മത്സ്യാകാര കിരീടധാരിയായ തിരുവപ്പന രൂപം, തുമ്പക്കഴുത്തും തുളസിയും ഒന്നിച്ചു ചേർന്ന മുടിയണിഞ്ഞ വെള്ളാട്ട സ്വരൂപം എന്നിവയാണവ. കുന്നത്തൂർ പാടിയിൽ നിന്നല്ലേ മുത്തപ്പൻ ചന്ദനെ കല്ലാക്കി മാറ്റിയത്? ഇവക്ക് കഥകളൊക്കെ അറിയാം. അമ്മൂമ്മ പറഞ്ഞു തന്നതാ. മുത്തച്ഛൻ വരുന്നു. വാ, മുത്തച്ഛൻ വന്നു. നമുക്ക് കഥ കേൾക്കാം. മുത്തച്ഛൻ കഥ പറയാൻ മുത്തച്ഛൻ പറഞ്ഞു തരാം. കുന്നത്തൂർ പാടിയിലുണ്ടായിരുന്ന ഒരു കള്ളിയെത്തുകാരനായിരുന്നു ചന്ദൻ. ചന്ദനോ? പുത്തോരം ചന്ദൻ. എന്നിട്ട് തന്റെ പനയിലെ കള്ളിന്റെ അളവ് പതിവായി കുറയുന്നത് കണ്ട് ചന്ദൻ ശ്രദ്ധിച്ചു. അയ്യോ! ചന്ദന് സംശയം. ആരെയാണെന്നറിയോ? ഇല്ല. സ്വന്തം സഹോദരനെ. എടുത്തമ്മേ, അല്ല ഇതാര് ഇളയോരോ? എന്താ വിശേഷം? മൂത്തോരുടെ കള്ളിന്റെ അളവ് കുറയുന്നുണ്ട് അത്ര. മൂത്തോർക്ക് എന്നെയാ സംശയം. മൂത്തോര് എന്നോടും പറഞ്ഞു. പക്ഷെ നീ അത് ചെയ്യൂല, നേരത്തെ നമുക്കറിയാം. എടുത്തമ്മ മൂത്തോരോടൊന്നും പറയണം, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. പറയാം. നീ കഞ്ഞി കുടിച്ചോ? എനിക്ക് കഞ്ഞിയൊന്നും വേണ്ട. അല്ലെങ്കിൽ നിനക്കെന്തിനാ കഞ്ഞി? കള്ളല്ലേ വേണ്ടു. സത്യത്തിൽ ഇളയോർ നിരപരാധിയായിരുന്നു. സ്വസഹോദരന്റെ അധ്വാന വിഹിതം അപഹരിക്കാൻ ആ സാധു ഒരിക്കലും ശ്രമിച്ചില്ല. പക്ഷേ കാലം അങ്ങനെയാണ്. ഹിരൺമയമായ പാത്രം കൊണ്ട് മൂടിവെക്കപ്പെട്ട സത്യം പുറത്തു കൊണ്ടുവരാൻ ചില നാടകങ്ങൾക്ക് നാം സാക്ഷിയായേ മതിയാകൂ. എന്തൊരു ഇരിപ്പാ മൂത്തോരെ ഇത്? ഒന്നുമില്ല. നിങ്ങൾ ഇച്ചിരി കഞ്ഞി കുടിക്കും മൂത്തോരെ. അവരോട് ചോദിക്കാതെ എനിക്ക് കഞ്ഞി ഇറങ്ങൂലടിയത്തി. നിങ്ങൾ ആരോട് എന്ത് ചോദിക്കണ കാര്യമാണ് ഈ പറയുന്നത്? അവന്റെ കാര്യം തന്നെ. എന്റെ അനിയന്റത്. അതിന് ഇളയോര് എന്ത് ചെയ്തെന്നാ? എന്ത് ചെയ്തെന്നാ? എന്റെ കള്ള് കെട്ടുപിടിച്ചത് ഓനാ. എനിക്ക് ഉറപ്പാ. ഓനത് ചെയ്യൂല. ഓനെ അത് ചെയ്യുള്ളൂ. കള്ളും കുടിച്ച് നടക്കുന്ന ഓനല്ലാതെ ഇമ്മാരി പണി എടുക്കൂല. അവനോട് ചോദിച്ചിരുന്ന കാര്യം. അല്ല, എന്താ മൂത്തോറെ? എന്താ മൂത്തോരെന്നാ? എന്റെ കള്ള് കെട്ടെടുക്കാൻ നിന്നോടാരാ പറഞ്ഞേ? കട്ടെന്ന നിങ്ങളെ കള്ള, ഇത് എന്റെ കള്ള. എടാ, അറിയില്ല എന്നുള്ള വേഷം കെട്ടൊന്നും എന്റെ അടുത്ത് വേണ്ട. ഓ അങ്ങനെ പേടിച്ച് പറ മൂത്തോറെ. ചെത്തിയ കള്ളിന്റെ അളവ് ഓരോ ദിവസവും കുറഞ്ഞു കുറഞ്ഞു വരുക. നീയല്ലാതെ ആരും കക്കൂല. ഓ അങ്ങനെ. എനിക്ക് നിങ്ങളെ കള്ള് കട്ടെടുക്കേണ്ട ഗതികേടുണ്ടായിട്ടില്ല ഇന്നുവരെ. ഏറ്റുകത്തി എന്റെ കൈക്കും വഴങ്ങും. അരിഞ്ഞു കളയും ഞാൻ എന്റെ കള്ള് തൊട്ടാൽ. മൂത്തോറായിപ്പോയി. ഇല്ലെങ്കിൽ കൊലചെത്താൻ ഈ കൈ പൊങ്ങാത്ത പണി എനിക്കറിയാം. ഒരു കാരണവന്മാര് സത്യമായിട്ട് ഞാൻ പറയാ, ഞാൻ എടുത്തിട്ടില്ല മൂത്തോറെ. സാരമില്ല.
അപ്പൊ നീയാ എന്റെ പനയിലെ കള്ളു മോട്ടിക്കുന്നല്ലേ? ഇറങ്ങടാ കള്ളാ, ഇറങ്ങി വേടാ. അളയോരോട് ചോദിക്കാൻ പോയ എന്റെ ആളെ ഇതുവരെ കാണാനില്ലല്ലോ. എന്റെ തേവരെ ആപത്തൊന്നും വരുത്തറേ. മൂത്തോരെ, 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 മൂത്തോരെ. വ്യാഘ്ര സിംഹവാരണങ്ങൾ നിറഞ്ഞ കാട്ടിലൂടെ താലിച്ചരട് കുരുത്ത പുരുഷനെ തേടി കല്ലായിക്കൊടി അടിയാത്തി എന്ന പെൺപിറന്നു ഒരുപാട് അലഞ്ഞു. പാദങ്ങളിൽ മുറിവേൽപ്പിച്ച കൂർത്ത കല്ലുകൾ പുഷ്പസമാനമായി കരുതി കാന്തനെ തിരഞ്ഞു നടന്ന കല്ലായിക്കൊടി ആ കാഴ്ച കണ്ട് ഞെട്ടി. തന്റെ എല്ലാമായ ഭർത്താവ് ഒരു പനച്ചുവട്ടിൽ ശിലാരൂപത്തിലായിരിക്കുന്നത് കണ്ട് അടിയാത്തി നടുങ്ങി. പനമുകളിൽ ഇരുന്ന് മധു നുകർന്നുകൊണ്ടിരുന്ന മുത്തപ്പനോട് കരഞ്ഞു പ്രാർത്ഥിക്കാനേ ആ സാധ്വിക്കാകുമായിരുന്നുള്ളൂ. പ്രാർത്ഥനയിൽ മനമലിഞ്ഞ മുത്തപ്പൻ ചന്ദന് സ്വരൂപം തിരിച്ചു നൽകി. ചെയ്തു പോയ തെറ്റിന് മാപ്പാക്കണേ. എന്റെ കൂടെ ഇട്ട് അവിടെ കൈകുറ്റി വെച്ച് പ്രാർത്ഥിച്ചോളാം മുത്തപ്പ. മുത്തപ്പ കൈപിടിയല്ലേ മുത്തപ്പ. കുന്നത്തൂർ പാടിയിൽ നിന്നും മുത്തപ്പൻ മറ്റൊരു സങ്കേതം തേടി ഒരമ്പ അയച്ചു. അത് ചെന്നു വീണതോ പറച്ചീങ്ങക്കടവ് എന്ന് പറയുന്ന പറശ്ശിനിക്കടവിൽ. പറശ്ശിനിക്കടവിന്റെ ദേവചൈതന്യത്തെ പറ്റി ഒരു പുരാവൃത്തമുണ്ട്. അവിടെ നദീതീരത്ത് ചൂണ്ടയിട്ട് മത്സ്യം പിടിച്ചിരുന്ന ഒരു വണ്ണാൻ ജാതീയനായ യുവാവ് ഒരു കാഞ്ഞിരമരത്തിൽ തറച്ച ദിവ്യശോഭയാർന്ന ശരം കാണുകയുണ്ടായത്രേ. ആ ശരം ദേവചൈതന്യം നിറഞ്ഞ ഒന്നാണെന്ന് പ്രശ്നവിധിപ്രകാരം കണ്ടെത്തുകയും ജനം ഭക്ത്യാദര പുരസരം ആ ദിവ്യശരത്തെ ആരാധിക്കുകയും ചെയ്തു അത്രേ. പറച്ചീങ്ങ എന്ന കാട്ടുചെടികൾ നിറഞ്ഞ ആ പ്രദേശം പിന്നീട് പറശ്ശിനിക്കടവ് എന്നറിയപ്പെട്ടു. വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ചൈതന്യ സ്വരൂപമാണ് ശ്രീമുത്തപ്പൻ. പണ്ഡിതനെന്നോ പാമരനെന്നോ ഭേദമില്ലാതെ, ധനവാനെന്നോ ദരിദ്രനെന്നോ തരംതിരിവില്ലാതെ, സവർണനെന്നോ അവർണനെന്നോ നിറവ്യത്യാസമില്ലാതെ തന്നെ തേടിയെത്തുന്ന ഭക്തസഹസ്രങ്ങളെ കാപ്പണിഞ്ഞ തൃക്കരം നീട്ടി സ്വീകരിക്കുന്ന കാരുണ്യമൂർത്തി ഗുരുവായും അമ്മയായും അച്ഛനായും നമ്മോടൊപ്പമുണ്ട്. ചേറ്റുകടവിൽ നിന്നും ചരൽക്കടവിലേക്ക് തട്ടി അടുപ്പിക്കുന്ന തുഴയായും ഇരുളാണ്ട വഴികളിൽ വഴിച്ചൂട്ടുകറ്റയായും ഭക്തജനങ്ങൾക്കൊപ്പമുള്ള ശ്രീ മുത്തപ്പന് ദേശങ്ങളുടെ കേവല അതിർത്തികൾ ബാധകമല്ല. മുത്തപ്പ പുരാവൃത്തങ്ങളിൽ ഏറെ പ്രതിപാദിക്കപ്പെടുന്ന മുത്തപ്പ ചൈതന്യം ദിവ്യശോഭയാർന്ന് വിരാജിക്കുന്ന മറ്റൊരിടമാണ് പുരളിമല. പുരണ്ട മലയാണത്രേ പുരളിമലയായി പിന്നീട് മാറിയത്. തൃക്കൈ കുടചൂടി ഉറഞ്ഞാടുന്ന ശ്രീ മുത്തപ്പ സ്വരൂപം പുരളിമലയുടെ പ്രത്യേകതയാണ്. പുരാതന കാലത്ത് തന്നെ തേടിവരുന്ന ശരണർക്ക് മുത്തപ്പൻ ദർശനം കൊടുത്തിരുന്ന നാട്ടിക്കല്ല് പുരളി താഴ്വാരത്തിലാണ്. നാട്ടിക്കല്ലെന്ന ശ്യാമശിലയുടെ ചാരയുള്ള ശിംശപാ വൃക്ഷത്തിന്റെ പ്രായം എത്രയായി എന്ന ചോദ്യത്തിന് മുന്നിൽ ആധുനിക ശാസ്ത്രം നിശബ്ദമാകുന്നു. കാരണം അവരുടെ പരീക്ഷണങ്ങൾക്കും ഭൗതിക സമസ്യാ നിർദ്ധാരണത്തിനും അപ്പുറമാണ് ഇത്.
കുളിരാർന്ന കുടക് ജില്ലയിൽ ഏറ്റവും ആരാധനാലയങ്ങളുള്ളത് നികൃഷ്ടജീവിയായി നമ്മൾ കണക്കാക്കുന്ന ശ്വാനനെ പോലും ഉറ്റ തോഴനാക്കിയ ശ്രീ മുത്തപ്പനാണ്. കുടകമലയിലെ കാറ്റുപോലും ജപിക്കുന്നത് ശ്രീ മുത്തപ്പ ശരണമന്ത്ര കീർത്തനങ്ങളാണ്. ശ്രീ മുത്തപ്പന്റെ ദേശാതിർത്തി കടന്നുള്ള കാരുണ്യ അനുഗ്രഹ വർഷത്തിന്റെ ഉദാഹരണമാണ് ബോംബെയിലെ റെയിൽവേ ശ്രീ മുത്തപ്പ ക്ഷേത്രം. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യ അധിപതികളായ ബ്രിട്ടീഷുകാരാണ് ഇന്ത്യയിൽ റെയിൽവേ മുത്തപ്പ ക്ഷേത്രങ്ങൾ പണിതീർത്തത്. തങ്ങളുടെ റെയിൽപാത വഴിയുള്ള വാണിജ്യ ഗതാഗതത്തിന് വിഘ്നമില്ലാതിരിക്കാനാണത്രേ റെയിൽവേ മുത്തപ്പ ക്ഷേത്ര നിർമ്മിതിക്ക് കാരണമായത്. തിരുവഞ്ചിറയിലെ തിരുനെറ്റിക്കല്ലിൽ ഞങ്ങൾക്കായി അവതാരം കൊണ്ട ശ്രീ ഭഗവാനെ, എത്ര പറഞ്ഞാലാണ് നിന്റെ മഹിമകൾ തീരുക? മീൻ മണക്കുന്ന പറയച്ചാളയിലും അഷ്ടഗന്ധം നിറഞ്ഞ അഗ്രഹാരത്തിലും ഒരുപോലെ നിറഞ്ഞ നിന്റെ മഹാചൈതന്യത്തിന് മുന്നിൽ ഞങ്ങൾ സമർപ്പിച്ച ഈ ദൃശ്യ ശ്രവ്യ കാഴ്ച കാണിക്കയായി സ്വീകരിച്ച് ആ കാപ്പണിഞ്ഞ കൈകൾ ഞങ്ങളുടെ നെറുകയിൽ വെച്ച് ഹൃദയപൂർവ്വം അനുഗ്രഹിച്ചാലും.